നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളന്മാരെ കുറിച്ചുള്ള സംസാര വിഷയം തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ കള്ളനായ കഴിഞ്ഞ ദിവസം ബാങ്ക് മോഷണം നടത്തിയ കള്ളനെ കുറിച്ച് തന്നെയാണ്. ഭാര്യയെ പേടിയിലാണ് കള്ളൻ മോഷണം നടത്തിയത് എന്നാണ് പരക്കെയുള്ള സംസാരം. ഭാര്യ കടം തീർക്കാനൊക്കെ അയച്ചു കൊടുത്ത എല്ലാ പൈസയും എല്ലാ പണവും ധൂർത്തടിച്ച് കളഞ്ഞാൽ ഇങ്ങനെ വരും ഗതി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും മോഷണ കേസിൽ പോലീസ് കസ്റ്റഡി എടുക്കുന്നതിന്റെ അന്ന് റിജോയുടെ വീട്ടിൽ കുടുംബ സംഗമം നടന്നിരുന്നതായി മുനിസിപ്പൽ കൗൺസിൽ വാർഡ് മെമ്പർ ജിജി ജോൺസൺ പറയുകയാണ്. താളിപ്പാറ വാർഡിലാണ് റിജോയുടെ വീട്. 2.5 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ താമസം തുടങ്ങിയിട്ട്. കുടുംബസംഗമം നടക്കുന്ന സമയത്ത് ബാങ്ക് കൊള്ളയെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും കള്ളനെ പിടിക്കാൻ പോലീസിന് സാധിക്കില്ല എന്നുമാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സത്യത്തിൽ ഈ ജിജി ജോൺസൺ അടക്കമുള്ളവർ ഞെട്ടലിലാണ്. സിനിമാ കഥയെ പോലെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. മാത്രമല്ല, കൊട്ടാരം പോലെയുള്ള ആഡംബര വീടുണ്ട്, ആഡംബര ജീവിതമാണ് നയിച്ചു വരുന്നത്. ഒരു മകനും മകളുമാണുള്ളത്. നല്ല വിദ്യാഭ്യാസവും നന്നായി പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള 2 ചുണക്കുട്ടികളുമുണ്ട്. ഭാര്യ ഗൾഫിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പണമെല്ലാം തന്നെ ഭർത്താവ് നാട്ടിൽ ദൂർത്തടിച്ച് കളയുകയായിരുന്നു. ഇയാളും ഗൾഫിൽ തന്നെയായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്നു. ഗൾഫിലും ഇത്തരം തരികിട പരിപാടികൾ നടത്തിയിട്ടാണോ ഗൾഫിൽ ജോലി പോയത് നടക്കമുള്ളതും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. എന്തായാലും ജിജി ജോൺസൺ പറഞ്ഞ വാക്കുകൾ, ജിജി ജോൺസൺ കഴിഞ്ഞ ദിവസം ഈ കുടുംബ സംഗമം നടത്തിയത് ഇതേ വീട്ടിൽ തന്നെയാണ്. അതേ വീട്ടിലാണ് മണിക്കൂറുകൾക്കിപ്പുറം പോലീസ് വരികയും ഈ കള്ളനെ പിടികൂടുകയും ചെയ്തത്. തന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ആ 15 ലക്ഷം രൂപ ബാങ്കിൽ കയറി മോഷ്ടിച്ചത് എന്ന നടുക്കത്തിലാണ് ജിജി ജോൺസൺ. ഇതിപ്പോൾ ഞങ്ങളൊരു എൻ്റെ വാർഡാണെങ്കിലും എൻ്റെ ഒരു കുടുംബസമ്മേളന യൂണിറ്റും കൂടിയാണ്. ഇന്നലെ കുടുംബസമ്മേളനം ഈ വീട്ടിൽ വെച്ചാണ് നടന്നത്. 2:30-ക്ക് ഞങ്ങൾ ഇവിടുന്ന് 4:30 ആയപ്പോഴാണ് വീട്ടിലേക്കൊക്കെ പോയത്. എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇങ്ങനെ ഒരു കുടുംബസമ്മേളനം നടത്തുന്ന പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ചെറിയൊരു അസ്വസ്ഥനായിരുന്നു. അല്ലെങ്കിൽ ആള് കോമഡിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ്. എപ്പോൾ നോക്കിയാലും മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാം. റോട്ടിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളതോ എന്ത് ദുർബല നിമിഷത്തിൽ ചെയ്തോ എന്തോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ഒരു കടങ്ങളും ബാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ഭാര്യ വിദേശത്താണ്. ആ പൈസയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ആ കുറച്ച് പൈസയൊക്കെ ദൂർത്തടിക്കുകയോ എന്തൊക്കെയോ ചെയ്ത ആളുടെ നഷ്ടം. രാവിലെ മുതൽ തന്നെ ഈ ഒരു പ്രദേശത്തായിരുന്നല്ലോ പോലീസ് പരിശോധന. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നു സമ്മേളനത്തിൽ? കുടുംബസമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. പോലീസ് ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ അന്വേഷിക്കണം നന്നായിട്ട് തന്നെ. അപ്പുറത്ത് 3-4 വണ്ടി പോലീസ് ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം. പക്ഷെ ആളങ്ങനെ പറഞ്ഞത് കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, കള്ളൻ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, അത് പോയിട്ടുണ്ടാവും എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പുറത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇവിടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തമാശ രൂപേണ പറഞ്ഞത്. അങ്ങനെ ചിരിച്ചിട്ട് ഞങ്ങളിപ്പോ പള്ളിയിൽ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു 2 മണിക്കൂറുകളോളം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹം ഇവിടെയുള്ള ആളുകളായിട്ടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? ഒരു 2.5 കൊല്ലമായിട്ടുള്ള ഈ നാട്ടിൽ വന്ന് വീട് വാങ്ങിച്ച് താമസിച്ചിട്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 1-1.5 കൊല്ലമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ആള്. എല്ലാവരുടെ അടുത്തും ജോലിയായിട്ട് സംസാരിക്കുക, ചുറ്റിക്കറങ്ങി നടക്കുക. മിക്കപ്പോഴും കാലത്ത് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആൾ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എല്ലാവരും ചെറുതായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു, കമ്പനി കൂടുതലുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ കൃത്യം നടത്തിയ ദിവസം 14-ാം തീയതി പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നു? ഞങ്ങൾ കണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാലത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് ചെയ്തു പോണത് നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ഞങ്ങൾ അവിടുന്ന് CC ക്യാമറയിൽ അത് കണ്ടു. ഒരു 2:20 ഒരു 3:20 സമയത്ത്. ഞങ്ങൾ ക്യാമറയിൽ കണ്ടു. പെരുമാറ്റത്തിൽ വേറെ സംശയം അങ്ങനെ തോന്നി? ക്യാമറയിൽ ശ്രദ്ധിച്ചത് ഇപ്പൊ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നപ്പോഴുള്ള ശ്രദ്ധിച്ചപ്പോ ഫോട്ടോ ഇത് കാണാൻ വേണ്ടി എടുത്തിരുന്നു. അവര് സ്കെച്ച് എടുത്തപ്പോ ഞങ്ങൾ അത് 2ാമത് എടുത്ത് കണ്ടു. ഞാനത് അതിനുശേഷം ഈ പുള്ളിയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രത്യേകത. കാലത്ത് ഞങ്ങൾ കണ്ട് സംസാരിച്ചതാണ്. ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ ഇവിടെ എന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ എല്ലാവരുമായിട്ട് യൂണിറ്റ് ഈ പ്രദേശത്തുള്ളവരും കൂടി ഒരു 10-20 വീട്ടുകാരാണല്ലോ ഉള്ളത്. എന്നിട്ടും അത് പിടിക്കല്ലേ. ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ആളുടെ സാമ്പത്തികമായിട്ടുള്ള ഇതായിരിക്കുക അങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു. ദൂർത്ത് അങ്ങനെ എനിക്കൊന്നും പറയുന്നു. ചാലക്കുടിയിൽ ബാങ്ക് കൊള്ളയടിച്ച പണം തട്ടിയ റിജോ ആന്റണിയെ ഞായറാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടുന്നത്. 40 ലക്ഷത്തിലധികമാണ് റിജോയ്ക്ക് കടമായി ഉണ്ടായിരുന്നത്. മോഷണത്തിന് പിന്നാലെ 2.25 ലക്ഷം രൂപയിലധികം കടം വീട്ടാനായി കൊടുത്തു. മോഷ്ടിച്ച പണം കൊണ്ട് മദ്യം വാങ്ങി. ബാക്കി പണം പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പ്രതി പറയുന്നുണ്ട്. ഭാര്യ കുവൈറ്റിലെ നേഴ്സാണ്. അവധിക്ക് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചെത്താനായെന്നും കടം വീട്ടേണ്ടതിനാൽ മോഷണം നടത്തിയെന്നുമാണ് പ്രതി പറഞ്ഞത്. 2ാം ശ്രമത്തിലാണ് പ്രതി ബാങ്കിൽ കയറി കവർച്ച നടത്തിയത്. കവർച്ച നടത്തുന്നതിന് 4 ദിവസം മുമ്പായിരുന്നു പ്രതി
ആദ്യ ശ്രമം നടത്തിയത്. എന്നാൽ പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷവും വളരെ ആസൂത്രിതമായിരുന്നു പ്രതിയുടെ നീക്കം. പോലീസിന്റെ കണ്ണുവെട്ടിക്കാനുള്ള എല്ലാ നീക്കവും പ്രതി നടത്തി. വഴിയിൽ വെച്ച് തന്നെ വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ മാറ്റം വരുത്തിയുമെല്ലാം അതിസമ്മർദ്ദമായിട്ടായിരുന്നു പ്രതി ഇടവഴികളിലൂടെ സഞ്ചരിച്ചത്. എന്നാൽ മാറ്റാതിരുന്ന ഷൂ ആണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് തുണയായത്.